അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ 2025 ആദ്യ തടവുകാരിയായി ഷാരോൺ വധക്കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മ. ജയിലിൽ 1/2025 ഗ്രീഷ്മയുടെ നമ്പർ. ജയിലിലെ 14-ാം ബ്ലോക്കിൽ 11-ാം നമ്പർ സെല്ലിൽ 2 റിമാൻഡ് പ്രതികൾക്കൊപ്പമാണ് ഗ്രീഷ്മയെ പാർപ്പിച്ചിരിക്കുന്നത്. വിചാരണക്കാലത്തും ഗ്രീഷ്മയെ ഇതേ സെല്ലിൽ തന്നെയായിരുന്നു പാർപ്പിച്ചിരുന്നത്. എന്നാൽ സഹതടവുകാരുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മാവേലിക്കര വനിതാ സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു. വധശിക്ഷ കേട്ട ശേഷവും കൂസലില്ലാതെ ചിത്രം വരച്ചിരിക്കുന്ന ഗ്രീഷ്മയെ കണ്ട് ജയിൽ ഉദ്യോഗസ്ഥർക്കും അമ്പരപ്പാണ്. അഭിഭാഷകരടക്കം ആരും ഇന്നലെ ഗ്രീഷ്മയെ കാണാൻ എത്തിയില്ല എന്ന് ജയിൽ അധികൃതർ പറഞ്ഞു. വധശിക്ഷയ്ക്ക് വിധിക്കുന്നവരെ പ്രത്യേക സെല്ലിൽ പാർപ്പിക്കണമെന്നാണ് ചട്ടമെങ്കിലും അപ്പീൽ സാഹചര്യമുള്ളതുകൊണ്ടാണ് പ്രത്യേക സെല്ലിലേക്ക് ഗ്രീഷ്മയെ മാറ്റാത്തത്. കോടതി ശിക്ഷ വിധിച്ചതിനാൽ ഇനി ജയിലിലെ ജോലികൾ ഗ്രീഷ്മയ്ക്ക് ചെയ്യേണ്ടി വരും. ഭക്ഷണപ്പുരയിലോ പാവയോ കരകൗശല വസ്തുക്കളോ നിർമ്മിക്കുന്നിടത്തോ തയ്യൽ യൂണിറ്റിലോ ആയിരിക്കും ഗ്രീഷ്മയുടെ ജോലി. ഗ്രീഷ്മയുടെ താൽപര്യം കൂടി ആരാഞ്ഞ ശേഷമായിരിക്കും ജോലിക്ക് നിയോഗിക്കുക. തൽക്കാലം കുറച്ചു ദിവസത്തേക്ക് ഗ്രീഷ്മയ്ക്ക് ജോലി നൽകില്ല എന്നാണ് വിവരം. സാധാരണ തടവുകാർക്ക് ലഭിക്കുന്ന പരിഗണനകൾ ഗ്രീഷ്മയ്ക്ക് ജയിലിനുള്ളിൽ ലഭിക്കുമെങ്കിലും ഇവർക്ക് മറ്റു പ്രതികളേക്കാൾ കൂടുതൽ നിരീക്ഷണമുണ്ടാകും. ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നതുവരെ ഗ്രീഷ്മയ്ക്ക് ജാമ്യമോ പരോളോ ലഭിക്കാൻ ഇടയില്ല. റിമാൻഡ് തടവുകാരിയായി 1.5 വർഷത്തോളം ഇവിടെ കഴിഞ്ഞതിനാൽ പല തടവുകാരെയും ഗ്രീഷ്മയ്ക്ക് പരിചയമുണ്ടെങ്കിലും അധികം ആരോടും ഗ്രീഷ്മ സംസാരിച്ചിട്ടില്ല. കേരളത്തിൽ വധശിക്ഷ ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീയാണ് ഗ്രീഷ്മ. കൊല നടത്തുമ്പോൾ 22 വയസ്സായിരുന്നു ഗ്രീഷ്മയുടെ പ്രായം. സംസ്ഥാനത്ത് വധശിക്ഷ കിട്ടുന്ന 3ാമത്തെ സ്ത്രീയാണ് ഇവർ. കോളിളക്കം സൃഷ്ടിച്ച വിധുകുമാരൻ തമ്പി കൊലക്കേസിലെ പ്രതി ബിനിതകുമാരിയാണ് കേരളത്തിൽ ആദ്യം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സ്ത്രീ. തിരുവനന്തപുരം മിലിറ്ററി ക്യാമ്പിനടുത്ത് കട നടത്തിയിരുന്ന വിധുകുമാരൻ തമ്പിയുടെ ഭാര്യ ബിനിതയെ 2006 മാർച്ചിൽ കൊല്ലം ജില്ലാ സെഷൻസ് അതിവേഗ കോടതി ജഡ്ജി ഫ്രാൻസിസ് ആണ് വധശിക്ഷയ്ക്ക് വിധിച്ചത്. പിന്നീട് മേൽക്കോടതി ജീവപര്യന്തമായി ശിക്ഷ കുറച്ചു. വിധുകുമാരൻ തമ്പിയെ ബിനിതയും സുഹൃത്ത് രാജുവും ചേർന്ന് അമിതമായി മരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. മൃതദേഹം കാറിന്റെ ഡിക്കിയിൽ കിടത്തി ഊട്ടിയിലെത്തിച്ച് കൊക്കയിൽ തള്ളുകയായിരുന്നു. ബിനിതയും ഇപ്പോൾ അട്ടക്കുളങ്ങര ജയിലിലാണ്. വിഴിഞ്ഞം മുല്ലൂർ ശാന്തകുമാരി വധക്കേസിൽ 1-ാം പ്രതിയായ കോവളം സ്വദേശി റഫീഖ ബീവിക്കാണ് 2ാമത് വധശിക്ഷ ലഭിച്ചത്. കഴിഞ്ഞ മെയിൽ നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി തന്നെയാണ് റഫീഖ ബീവിക്കും വധശിക്ഷ വിധിച്ചത്. ഷാരോൺ വധക്കേസിൽ 1-ാം പ്രതിയായ പാറശാല ശ്രീനിലയത്തിൽ ഗ്രീഷ്മയ്ക്ക് കഴിഞ്ഞ ദിവസമാണ് കോടതി വധശിക്ഷ വിധിച്ചത്. ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവ് വിധിച്ചു. 2022 ഒക്ടോബർ 14 ഗ്രീഷ്മ കാമുകനായ പാറശാല മുരിങ്ങര JP ഹൌസിൽ ഷാരോൺ രാജിന് കഷായത്തിൽ വിഷം കലർത്തി നൽകിയത്. ഒക്ടോബർ 25 ഷാരോണിന്റെ മരണം.